അപ്പോൾ അങ്ങനെ എഴുതപ്പോഴാണ് എന്നോട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ മണിമലയാറിൽ ഒരു വലിയ ആക്ടിവിസ്റ്റ് ഉണ്ട്. പക്ഷെ പുള്ളി അങ്ങനെ ലൈം ലൈറ്റിൽ വരാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. മണൽവാരലിനെതിരെ പുള്ളി ഒരു ക്യാമ്പയിൻ നടത്തിയപ്പോൾ അവർ തന്നെ പുള്ളിയെ ഓടിച്ചിട്ട് പുള്ളിയുടെ കൈയും കാലും ഒക്കെ തല്ലി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോയി കണ്ടേക്കാന്ന് കണ്ടു ഇങ്ങനെ പുള്ളിയെ തപ്പിപ്പിടിച്ച് ചെല്ലുന്നു. എൻ്റെ ഫാദർ സിവിൽ കേസുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചെറുപ്പം തൊട്ട് കോടതി മുഖാന്തരം പോയിക്കൊണ്ടിരുന്ന ഒരു കക്ഷിയാണ്. കാരണം ഹൈക്കോടതിയിൽ അന്നിരുന്ന പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് തൈക്കാട്ട് സുബ്രഹ്മണ്യയ്യർ, ഈശ്വരയ്യർ, വി ആർ കൃഷ്ണയ്യർ, ഇവരൊക്കെ കോടതി വാദിക്കുന്ന നല്ല രീതിയിലുള്ളൊരു നിലപാടാണ് എടുത്തിരുന്നത്. ആ നിലപാടനുസരിച്ച് എനിക്കും തോന്നി പ്രശ്നങ്ങളുണ്ടാകാതെ കോടതി മുഖാന്തരം പോയാൽ നീതി കിട്ടുമെന്നുള്ളൊരു നിലപാട് ഞാൻ പോയി. അച്ഛൻ്റെ കോടതി പോയി വരുമ്പം വീട്ടിൽ നിന്ന് സംസാരം, കോടതിയിലുള്ള ബഹുമാനം, ആ ബഹുമാനം അനുസരിച്ചാണ് ഞാൻ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോപിച്ചേട്ടനെ ഒരു 15 വർഷം മുമ്പാണ് ഞാനും ഗോപിച്ചേട്ടനായിട്ട് പ്രകൃതി സംരക്ഷണ ഒരു മീറ്റിംഗ് വെച്ചാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്നത്. പൊന്തമ്പഴി വലിയകാവ് വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നത്. ആർക്കും വലിയ ദ്രോഹമില്ല, എന്നാൽ കുറേ പേർക്ക് ദ്രോഹിയുമാണ്. എന്നാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയുന്നയാളാണ്. ഇവിടുത്തെ മണൽ വാരിച്ച, പാറമട, മണ്ണെടുക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടാൽ പരാതിപ്പെടും, തടയും, അത് പരാതി അയക്കേണ്ടത് അയക്കും, അതിന് ആൾക്കാരെ കാണും. നാട്ടുകാർ പലപ്പോഴും പ്രശ്നമുള്ള സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ തിരക്കി വീട്ടിൽ വരികയോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഫോൺ നമ്പർ സമ്പാദിച്ച് അദ്ദേഹത്തെ വിളിക്കുകയോ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മുഖാന്തരം വക്കാലത്ത് കൊടുക്കുകയോ വക്കീലന്മാരെ പരിചയപ്പെടുകയോ ചെയ്തിട്ട് കേസുകൾ പലപ്പോഴും മിക്ക കേസുകളും അദ്ദേഹം ഏറ്റെടുക്കുന്ന കേസുകൾ ജയിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തുന്ന ഒരു പോരാളി എന്ന് മാത്രമാണ് ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റും. പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പണ്ടത്തെ സമയത്തൊന്നും ഇതുപോലുള്ള വെള്ളം പറ്റിലൊന്നും വരാറില്ല. ഇപ്പോഴാണിത്. നൈക്കൊല്ലാണ് ഇപ്പോൾ ഈ 2-3 മഴ പെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും വെള്ളം. ഈ മണൽപ്പുറം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ഇപ്പോൾ പമ്പയുടെയൊക്കെ തീരത്ത് വിശാലമായ മണപ്പുറം പോലെ വളരെ ഇപ്പോൾ ഈ നമ്മുടെ ഇരിക്കുന്ന സ്ഥലമൊക്കെ വളരെ വിശാലമായ മണപ്പുറമായിരുന്നു. ആ മണപ്പുറം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കുടിവെള്ള ക്ഷാമമാണ്. ഇപ്പം ഭൂമിയിലെ ജലം ഈ ആറ്റിൽ നിന്ന് ഭൂഗർഭ ജലം താഴോട്ട് പോയി. അപ്പം പരിസര പ്രദേശത്തെ മുഴുവൻ ആറ്റിന് അക്കരക്കരയിലെയും ഇക്കരക്കരയിലെയും മുഴുവൻ കിണറുകളും ഇന്ന് വറ്റി വരേണ്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒഴുകി വരുന്ന ഈ ചെളി ഈ കൂട്ടിക്കുഴഞ്ഞ കലക്ക വെള്ളത്തെ അരിച്ച് ഇറക്കി ഭൂമിയുടെ ഉള്ളിലേക്ക് എത്തിക്കുന്ന, ഭൂമിയുടെ ഉള്ളിൽ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. അതിന് അക്വിഫർ എന്ന് പറയും. ഈ ജലശേഖര പ്രദേശങ്ങളിലേക്ക് വെള്ളത്തെ അരിച്ചിറക്കുന്നത് ഈ മണൽ പരപ്പാണ്. അപ്പോൾ ഈ മണൽപ്പരപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭൂമുഖത്തുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഈ കളിമൺ ബാക്കി ഉണ്ടാകുന്ന ഈ സിമെൻറ്റ് പോലെയുള്ള കളിമണ്ണ് കൊണ്ട് അടഞ്ഞു പോകും. അല്പം പോലും വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് താഴില്ല. സമീപപ്രദേശങ്ങളിലൊക്കെ ജലനിരപ്പ് കുറയും. ചെറുപ്പകാലത്ത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഇവിടെ മണൽക്കുള്ളിലായാലും മണലായിരുന്നു. മണലത്തേക്ക് കല്ലൊന്നും ഇതുപോലെ തെളിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. 25 വർഷം മുമ്പ് അദ്ദേഹം ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് ചെന്നിട്ട് മണൽ വാരിക്കൊണ്ടിരുന്നവരെ തടയുകയാണ് ഗോപിച്ചേട്ടൻ. അത് കോട്ടാങ്ക ഭാഗത്ത് അങ്ങനെ തടയുമ്പോൾ അവർ അതിന് പ്രതികാരമായിട്ട് വൈകുന്നേരം ഗോപിച്ചേട്ടനെ മഴുക്കൈക്ക് അടിച്ചു വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. 85-ലാണ് ഓർത്താണ്. എന്നാൽ നമ്മുടെ കടവില്ലേ തൂക്കുപാലം, അവിടെ ഒരു 1000 പേര് കുളിക്കാൻ വരുന്ന കടവാണ്. അത് മുസ്ലിംസ് പെണ്ണുങ്ങളാണ് കൂടുതലും. അവിടെ മണൽ വാരി കള്ളു പിടിച്ചു വരുന്ന സമയത്താണ് യാദൃശ്യമായിട്ട് എൻ്റെ അടുക്ക് വന്ന 2 പെണ്ണുങ്ങൾ ഒരു നിമിഷത്തില്ല പിള്ളേ ഞാൻ കുളിക്കത്തില്ലെന്ന് പറയും. ഞാൻ ചെന്നപ്പോൾ സംഭവം ശരിയാണ്. ഞാൻ ചെന്നപ്പോൾ അവിടെയാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയമാണ്. ചെന്നപാടെ ഞാൻ ഈ കൊട്ടയെല്ലാം കൂടി ദൂരെ കളഞ്ഞു. കയറി പോയിനടാന്ന് പറഞ്ഞു. 3 മുറുമുറി ഞാൻ മുറുമുറിക്കാൻ നമ്മടാന്ന് പറഞ്ഞ് ഞാൻ ഒരുതിനെ പിടിച്ച് ഞാൻ പിടിയിൽ കയറി ഉടനെ തന്നെ പഞ്ചായത്തിൽ പോയി ക്ലാസ് കൊടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി വന്ന് എൻ്റെ പേര് നടപടിയെടുത്തു. ഞാൻ സാറ് യുദ്ധം പോലെ ചെയ്തതാണ്. ഈ ലേലം പിടിച്ച വേറെ കക്ഷികളുണ്ട്, അവരറിഞ്ഞു പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ സംഭവം ഇതാ, കുളിക്കടവാണ്, ഞാനൊരു താഴെ കിടപ്പുണ്ട്, വാരിക്കൊണ്ട് പോട്ടെ.
അതിന് ഞാൻ വരില്ല. പക്ഷേ ഈ കുളികടവ് വരാൻ പറ്റിയില്ല, അതുപോലെ കടത്ത് കടവ്, ഇതൊക്കെ ഒരു ക്രമീകരണം ഇനിയും ചെയ്തില്ലേ ഒക്കെയുള്ളൂ പറഞ്ഞാൽ അന്നാണ് ഞാൻ തുടക്കം. മണൽ വാരൽ ഒരു പരിധിവരെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ കർഷകത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണിമലയാറിൻ്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തിച്ചേരുന്ന ഒരു വർഷം ഏകദേശം 28,000 ടൺ മണ്ണാണ്. നമ്മൾ ഈ കണക്ക് കൂട്ടിയാൽ ആകെ മണ്ണിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ശതമാനം 18-20% പൊഴി മണലുള്ളൂ, ഒഴുകി വരുന്ന മണ്ണിൻ്റെ. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടി 28,000 ടണ്ണാണ്. നമ്മൾ എടുക്കുന്നത് 2-2.5 ലക്ഷം, അതിൻ്റെ എത്രയോ മടങ്ങ് ടൺ മണ്ണാണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നമ്മളൊരു അസന്തുലിതാവസ്ഥയുണ്ട്, എത്തിച്ചേരുന്നതും എടുക്കുന്നതും തമ്മിൽ. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മേ ബി ഒരു 50 വർഷങ്ങൾക്കുള്ളിൽ ഈ പുഴ, മണിമലയെക്കുറിച്ച് പറഞ്ഞാൽ മണിമലയാർ, പമ്പയെക്കുറിച്ച് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പമ്പ, ഏത് പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു പുഴയുടെ ആയുസ് കണക്കാൻ പറ്റും. ഗോപിയും കുറേ ആൾക്കാരും വെള്ളാവൂർ ഭാഗത്തുനിന്ന് മണിമല ആ ഭാഗത്തുനിന്ന് വന്നിങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതായത് മണിമലയാറിൻ്റെ തീരത്തോട് ചേർന്നുള്ള ഭാഗങ്ങൾ അവിടെ മുഴുവൻ ഈ മണ്ണിടിച്ചിൽ ഭയങ്കരമായിട്ട് വരുന്നു. അന്നൊക്കെന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായിട്ടുള്ള വാരൽ മണൽ വാരലുള്ളൂ ഉള്ളൂ. അത് കഴിഞ്ഞ് 90-92 കാലഘട്ടത്തിലാണ് ഗൾഫ് വെളിയിൽ നിന്നുള്ള പണം കൂടുതൽ രൂക്ഷമായി വന്നു കഴിഞ്ഞപ്പം നദിയിലെ മണൽ വാരുന്നതിന് ഒരു ക്രമീകരണം ഇല്ലാത്ത സ്ഥിതിയായിപ്പോയി. ഒരു കടവിൽ നിന്ന് ഏതാണ്ട് 4 ലോഡ് 5 ലോഡിൽ കൂടെ വാരാൻ പാടില്ല എന്നായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷേ ആ 4 ലോഡ് വാരാൻ പെർമിറ്റ് ഉണ്ടെങ്കിൽ അവർ വാരുന്നത് 40-400 ലോഡ് വരെ വാരിക്കൊണ്ട് പോയ സ്ഥലങ്ങളിൽ മണലുണ്ടായിരുന്നു. അങ്ങനെ രൂക്ഷമായ മണൽ വാരിയതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥ. എത്ര വർഷമായി മണിമലയാറുണ്ടായിട്ട്? ഒരു കണക്കും ഇല്ലല്ലോ. 1000, 10,000 എത്രയോ കാലമായിട്ട് പ്രവഹിക്കുന്ന ഒരു നദി നമ്മൾ 25 വർഷത്തെ ഇടപെടൽ കൊണ്ട് അതിനെ നശിപ്പിച്ചു കളഞ്ഞു. അവർ വന്ന് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പല ആൾക്കാരും അതിൽ നിന്ന് പിന്മാറി. ഗോപി ഒരാൾ മാത്രം ഇതിനകത്ത് ഈ കേസിനകത്ത് എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ മുമ്പോട്ട് പോകും എന്നുള്ള ഉറപ്പോടുകൂടി ഗോപി അതിനുവേണ്ടി ശ്രമിച്ചു. തുടക്കത്തിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനെ പഠനം നടത്താനായിട്ട് നമുക്ക് ആദ്യം തരുന്നവരാണ് കോടതി ഓർഡർ ഇടുന്നത്. അന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഡൽഹിയിലെ ഉള്ള സെക്ഷനിൽ അതിൽ കൊടുങ്ങല്ലൂർ ഹംസയും ആലപ്പുഴ ഒരു മോഹൻ നായർ 2 പേരാണ് വന്ന് 2 ദിവസം ഇവിടെ വന്ന് തന്നെ ഇതെല്ലാം കൊണ്ടു നടന്ന് ഓരോ ഭാഗം കണ്ട് അവരുടെ പഠിപ്പിയിൽ അവർ എടുത്ത ക്ലാസ്സാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത്. ഗോപിയുടെ കാലത്താണ് മണിമലയാറിലൊരു സയന്റിഫിക് സ്റ്റഡി നടത്തണം എന്ന് പറഞ്ഞ് ഗോപി കൊടുത്ത കേസിനകത്ത് അങ്ങനെ ഞങ്ങൾ പെറ്റീഷൻ കൊടുക്കുകയും കോട്ടാങ്കം പഞ്ചായത്തിൻ്റെ ഭാഗം മാത്രം ഇത്രയും 3-4 കടവ് മാത്രം പഠനം നടത്തി റിപ്പോർട്ട് കൊടുക്കാനായിട്ട് കോടതി ഓർഡർ ഇട്ടു. ആ ഓർഡർ ഇട്ടതനുസരിച്ച് അവർ വന്ന് 2 ദിവസം തങ്ങി ഓരോ ഭാഗത്തും മണൽ വാരിനെ പറ്റിയുള്ള റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് പിന്നീട് ഈ നദി മണൽ വാരുന്ന നിയമം ഉണ്ടായത്. ഗോപിയുടെ എത്രമാത്രം പഠിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഗോപി കൊണ്ടു തരുന്ന മെറ്റീരിയൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗോപി ഇതിനകത്തൊരു വളരെ ഇൻഡെപ്ത് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുള്ള മനസ്സിലാവും. 25 വർഷമായിട്ട് ഓരോ ഭാഗത്തും പോയി ഓരോ ബുക്സും മേടിച്ചിട്ടുണ്ട്. ആ ബുക്സ് മേടിച്ച് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാവുന്ന ഞാൻ മനസ്സിലാക്കി, അല്ലാത്ത അറിയാവുന്ന എൻ്റെ ഒരു ഏറ്റവും അടുത്ത് 1-2 കക്ഷിയുണ്ട്. അവരുടെയൊക്കെ പോയിട്ട് അവർ ഇത് ഇംഗ്ലീഷിലുള്ളതാണെങ്കിൽ അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു ക്യാമറയൊക്കെ ഇരിക്കുന്നത്, ചെറിയൊരു മറ്റേ ഡിജിറ്റൽ ക്യാമറ. എവിടെയെങ്കിലും ഒരു ഇഷ്യൂ കാണുമ്പോൾ പുള്ളി അപ്പോൾ തന്നെ മടിക്കുത്തഴിച്ച് ക്യാമറയൊക്കെ എടുത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് തിരിച്ച്. അപ്പോൾ ആളുകൾക്ക് സംശയം തോന്നില്ല, ഇയാളെ കണ്ടാൽ തോന്നുന്നില്ല പുള്ളി ഇങ്ങനെ ഈ ഒരു ആക്ടിവിസ്റ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല. പുള്ളി ഒരു ജുബയൊക്കെ ഇട്ടിട്ട് സാധാരണ മുണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാൾ. വളരെ നിഷ്കളങ്കനായ ഒരു സാധാരണക്കാരായ മനുഷ്യനായിട്ട് അദ്ദേഹം കോടതിയിൽ പോവുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി കേരളത്തിൽ ഒരുപാട് മാറ്റം ഈ നദീ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായിട്ട് മണൽവാരലിനെതിരെ ഒരു നിയമം ഉണ്ടാകുന്നത് ഗോപിച്ചേട്ടൻ്റെ കേസിൻ്റെ ഇടപെടലിന് ശേഷമാണ്. കൺസിസ്റ്റൻ്റായിട്ട് ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ കേസിൽ എടുത്തിട്ടുള്ള ഒരു നിലപാട്, സർക്കാരിനെ നടത്തിയിട്ടുള്ളൊരു വിമർശനം, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കേരള സർക്കാർ തന്നെ 2001 നദീ സംരക്ഷണ നിയമം എന്ന പേരിൽ അത് നദികളിലെ മണൽവാരൽ നിരോധിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം കേരളത്തിൽ ആദ്യമായി ഉണ്ടാക്കുന്നത്. മണിമലയിൽ എന്ന ആ ഒരു ഇതിൽ നിന്ന് മാറ്റി കുറച്ചുകൂടെ ബ്രോഡർ പെർസ്പെക്റ്റീവിലേക്കായി.
പുള്ളി അത് കഴിഞ്ഞ് മറ്റേ റിവർ നദീ സംരക്ഷണ സമിതിയുടെ ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുമാണ്. അപ്പോൾ പിന്നെ പുള്ളി ആ ലൈനിലേക്കായി. ഞാൻ സത്യത്തിൽ ഗോപിപിള്ളച്ചേട്ടനെ പരിചയപ്പെടുന്നത് എന്നെ ഒരു നദീ സംരക്ഷണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ചാലിയാറിൽ അദ്ദേഹം നിരന്തരമായിട്ട് വരും. അതേപോലെ അവിടെ തന്നെ ഒരു ഊർങ്ങാട്ടിരി എന്നുള്ളൊരു പഞ്ചായത്തിൽ 14 കരിങ്കൽ കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സമരത്തിന് ഇവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് അവിടെ ഏറ്റവും വന്ന് 2 ദിവസത്തെ യാത്ര വേണം. ഒരു ദിവസം തലേന്ന് വന്നിട്ട് വേണം പിറ്റേന്ന് അവിടെ പരിപാടിയിലും സമരത്തിലും പങ്കെടുക്കാൻ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് 2 ദിവസം അദ്ദേഹത്തിന് നഷ്ടമാണ്. പക്ഷെ എന്നാലും നമ്മൾ അത്തരം നിരന്തരമായിട്ട് നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന രീതിയിൽ, നമുക്ക് വേണ്ട ദിശാബോധം തരുന്ന രീതിയിൽ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹം എല്ലായിടത്തും എത്തുന്നുണ്ട്. പ്രാദേശികമായ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പോളിസി ലെവലിൽ ഒരു നയം രൂപീകരിക്കുന്ന കാര്യത്തിൽ, അത് നദിയുടെ സംരക്ഷണമായാലും പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണമായാലും അദ്ദേഹം ഇടപെടുന്ന മറ്റ് ഈ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായാലും അദ്ദേഹം ഇടപെടുന്നത് സർക്കാരിൻ്റെ നയം മാറ്റാൻ വേണ്ടിയാണ്. അതുപോലെ പാറമടയുടെ ഒരു കേസ് കേരളത്തെ മൊത്തത്തിൽ ഞാൻ കൊടുത്തു. ഞാൻ പൊതുതാൽപര്യക്കാരി, ഞാനൊരു എൻ്റെ നാട്ടിലുള്ള പാറമട കൊടുക്കുന്നെങ്കിലും ഇന്ന ദോഷമുണ്ട് പാറ പൊട്ടിച്ചാലെന്നും പറഞ്ഞാൽ കൊടുക്കുന്നത്. അത് കേരളത്തിൽ മൊത്തമാണ്. അങ്ങനെ ഒരു ഓർഡർ തന്നിട്ടുണ്ട് എനിക്ക്. അത് സുന്ദരമായ ഓർഡറാണ്. കാര്യം അളന്ന് തിട്ടപ്പെടുത്തണമെന്നും ഇതിന് റോയൽറ്റി ഗവൺമെൻറ് ഈടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഓർഡർ തന്നിരിക്കുന്നത്. നിരന്തരമായിട്ട് പരാതികൾ, അത് ഈ മണിമലയാർ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പരാതികൾ, കോടതി വിധികൾ നടപ്പിലാക്കാത്ത പോലീസ് അധികാരികൾക്കെതിരെയുള്ള പരാതികൾ, അനധികൃത കയ്യേറ്റത്തിനെതിരെയുള്ള പരാതി, പാറമടയ്ക്കെതിരെയുള്ള പരാതി, പൊന്തമ്പുഴ വനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരാതി, തോടിൻ്റെ വക്കുകളൊക്കെ കെട്ടുന്ന അത് അശാസ്ത്രീയമാണെന്ന് പറഞ്ഞുള്ള പരാതി, ഇങ്ങനെ നിരന്തരം പരാതികൾ എഴുതി വാങ്ങിക്കുക. ജുഡീഷ്യറിയിലൂടെയാണ് അദ്ദേഹം ജനാധിപത്യത്തിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യറി കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ജുഡീഷ്യറി ഒരു ഒബ്സർവേഷൻ ഒരു കേസിൽ നടത്തിയാൽ അദ്ദേഹം നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയെ സമീപിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചയമുള്ള MLA വഴി നിയമസഭയെ സമീപിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പരാതി കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിക്കും. അത്തരത്തിൽ എക്സിക്യൂട്ടീവിലൂടെയും ലെജിസ്ലേച്ചറിലൂടെയും ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്താൻ കൂടി അദ്ദേഹം ശ്രമിക്കാറുണ്ട്. പൊന്തൻപുഴ വെള്ളികാവ് വനമേഖല 7000 ഏക്കർ വനഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് അനുകൂലമായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ച് ഇത് കയ്യേറ്റം നടത്തി വെട്ടിത്തെളിയുന്നൊരു സാഹചര്യത്തിലാണ് സംജാതമായി നിന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടലിൽ അതിൻ്റെ കോടതി മുഖാന്തരം അതിനെ തടയിടാനും അത് സംരക്ഷിക്കാനുള്ള സാഹചര്യം അന്ന് ഉണ്ടായി. 4 ചുറ്റും ജനവാസമുള്ള ഒരു വനപ്രദേശമാണ്. ആ വനം സംരക്ഷിച്ചു പോകുന്ന ഗോപിച്ചേട്ടൻ്റെ ഇടപെടലുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ഈ ആവോലി മലയുടെ ഫോറസ്റ്റ് സൈഡിൽ നിന്നാണ് ഞങ്ങൾ കയറുന്നത്. അപ്പോൾ പുള്ളിക്കൊരു പേടി, ഇതിനകത്ത് നേരെ കയറി അവർ പ്രശ്നം ഉണ്ടാക്കും. ഫോറസ്റ്റിനകത്തൂടെ കയറി ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ എടുത്തു മുകളിലെത്താൻ. മുകളിലെത്തി കഴിഞ്ഞപ്പോൾ നേരെ സ്ട്രെയിറ്റ് കാണാം പാറ, ഇങ്ങനെ വലിയ മല കുറേശ്ശെ അവർ ഇയർമാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഒരു ഏകദേശം ഒരു 400 അടി പൊക്കമുണ്ട് ആ മലയ്ക്ക്, ആവേലി മലയ്ക്ക്. അതാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ അതിൻ്റെ താഴ്വരയിൽ നിന്നാണ് തുടങ്ങിയത്. വനമിരിക്കുന്ന കോട്ടയം DFOയുടെ കീഴിലും കൃഷർ യൂണിറ്റ് ഇരിക്കുന്ന റാന്നി DFOയുടെ കീഴിലുമാണ്. ഒരു 2 പേരും കൂടെ കൂടിയെങ്കിലും എന്തെങ്കിലും ഇതിനകത്ത് നടപടി സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ അദ്ദേഹമാണ് ഇത് ആദ്യം തുടങ്ങിയത്. ഇത് തുടങ്ങുന്നെന്ന് കേട്ട ഉടനെ പഞ്ചായത്തിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. കൊടുത്ത് പഞ്ചായത്ത് പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റുകൾ NOC വാങ്ങിച്ചതിന് ശേഷം കിട്ടിയതിന് ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിന് പ്രകാരം അവരോട് പറഞ്ഞു വനം വകുപ്പിൻ്റെ NOC വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ വനം വകുപ്പിൻ്റെ NOC വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവർ പഠനം നടത്തി യാതൊരു കാരണവശാലും ഇവിടെ ക്രഷർ യൂണിറ്റും പാറമടയും സ്ഥാപിക്കാൻ പാടില്ല എന്ന് വനം വകുപ്പ് അവർക്ക് നിർദ്ദേശം കൊടുത്തു. പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തു ഇത് കൊടുക്കരുത്. പക്ഷേ പഞ്ചായത്ത് ആ ലെറ്റർ പൂഴ്ത്തി. അപ്പോൾ അവർ പറഞ്ഞു അവർ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇതിൻ്റെ പുറകെ നടക്കാം. പക്ഷേ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് അനുകൂലമായിട്ട് വിധിയുണ്ടായി. പക്ഷേ അത് അനുകൂലമായിട്ട് വിധിയുണ്ടായി ചീഫ് സെക്രട്ടറിയാണ് ഗവൺമെൻറ് നടപ്പിലാക്കേണ്ടത്. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് യാതൊന്നും നടപ്പിലാക്കുന്നില്ല. അത് വെച്ച് അദ്ദേഹം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തു. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അപ്പോൾ ചീഫ് സെക്രട്ടറി പറഞ്ഞു എല്ലാം ഓക്കെയാണ്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്തിട്ടില്ല എന്നുള്ള തെളിവ് ഞങ്ങൾ കൊടുക്കാം. ആർക്ക് കൊടുക്കും? ഒരു ഉദ്യോഗസ്ഥന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മേശപ്പുറത്ത് കെട്ടിവെക്കും, മുന്നോട്ട് പോകത്തില്ല. രാഷ്ട്രീയ ഇടപെടലുകളുണ്ടാകും.
അതുകൊണ്ട് അതിന് പറ്റുന്ന കുഴപ്പം. രാഷ്ട്രീയ സ്വാധീനവും സമ്പത്തും രാഷ്ട്രീയമാണ് ഇവരുടെ മെയിൻ ആയുധങ്ങൾ. 70% വരെ ഇവിടുത്തെ ഭരണകർത്താക്കളുടെ വകയാണ് പാറമടയിലും ക്രഷറും. ഇനാമി എന്ന് പറഞ്ഞാൽ മതി, അവരുടെ പേരിലല്ലോ. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഭരണക്കാരിപ്പം UDF ആയാലും LDF ആയാലും അവർ മാറിയുള്ള ആൾക്കാർ ഇതിൻ്റെ ഫണ്ടില്ലെന്ന്. ഞാൻ കണക്ക് കൂട്ടി ഒരു വലിയ പാറയിൽ ഒരു തലമുടി ഇട്ട് നമ്മൾ കെട്ടിയിട്ട് വലിച്ചു നോക്കുക പോരുമെന്ന്. മറിഞ്ഞാൽ സംഗതി വെത്തും. അറിയാം സാർ എന്ന് പറഞ്ഞാൽ ഇതിൽ പിടിക്കുന്നത് പാറമുടയ്ക്ക് ഞാൻ പിടിക്കുന്നതാണ്. ഇത് ഇവന്മാർ കള്ളം പറഞ്ഞ് കോടതിയിൽ എത്രമാത്രം പൊട്ടിച്ചു പോകുമ്പോൾ പോട്ടെ, അവസാനം ഇതൊരു പിടി വീഴുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പോകുന്നത് 10 വർഷമായി. പലപ്പോഴും പല പാറമടകളും നിയമങ്ങൾ ലംഘിച്ച് കണക്കിൽപ്പെടാതെ അനധികൃതമായിട്ടാണ് പാറകൾ പൊട്ടിക്കുന്നത്. പുറമ്പോക്ക് സ്ഥലത്ത് നിന്ന്, വനത്തിനോട് ചേർന്ന സ്ഥലത്ത് നിന്ന്, ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നുള്ള പാറ പൊട്ടിച്ച് കടത്തിക്കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഇതിനൊന്നും ശരിക്കും പറയാൻ കണക്കുകളൊന്നുമില്ല. ഇങ്ങനെയുള്ള റവന്യൂ നഷ്ടത്തെക്കുറിച്ച് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നമ്മളുടെ ഭർത്താക്കൾക്കും റവന്യൂ അധികാരികൾക്കൊക്കെ ഉണ്ടാക്കാൻ തന്നെ കാരണം ഇദ്ദേഹത്തിൻ്റെ പല കേസുകളുമാണ്. ഇവിടുത്തെ ഈ പാറയുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 24 രൂപ ഒരു ടണ്ണിന് 24 രൂപ റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇപ്പം ഈ പാറയുടെ കാശുണ്ടാക്കാമെങ്കിൽ ഗവൺമെൻറ് സുഭിക്ഷമായിട്ട് പോകും. കടം വരികയില്ല, ശമ്പളം കൊടുക്കാൻ കിട്ടും, പെൻഷൻ വേണേൽ 1000 കൂടി കൊടുക്കാം. ഇങ്ങനത്തെ സാഹചര്യമുണ്ട്. കാര്യം മൊത്തം കണക്കെടുക്കട്ടെ. പുള്ളി റിസ്ക് എടുക്കാനൊക്കെ തയ്യാറാണ്. പുള്ളിയെ എനിക്കൊന്ന് പുള്ളിയുടെ മകൾക്കും മകനും ഒക്കെ ഒരുപാട് ഹരാസ്മെൻ്റൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ഇതിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. പുള്ളിയുടെ മകനെയൊക്കെ ഇവർ ഈ മറ്റേ മാഫിയയുടെ ആളുകൾ തടഞ്ഞു നിർത്തുകയും തട്ടം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗോപിച്ചേട്ടൻ്റെ സമരത്തിൽ ആ കുടുംബവും ഒരുപാട് അർപ്പിച്ചിരിക്കുന്നു, ഒരുപാട് ത്യാഗം സഹിച്ചിരിക്കുന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ടായിട്ടുണ്ടോ ഇതിൻ്റെ പേരിൽ? കേസ് നടത്തുന്നതിന് ഇപ്പം വക്കീലിന് ഫീസ് കൊടുക്കണ്ടേ? വക്കീലിന് ഫീസ് കൊടുക്കണമെങ്കിൽ നമ്മളോട് ഇത്ര വേണമെന്നൊന്നും കണക്ക് പറയാറില്ല, ഉള്ളത് കൊണ്ട് കൊടുക്കും. എത്ര കേസ് ഗോപിച്ചേട്ടൻ ഇതുവരെ കോടതിയിൽ? ഇപ്പം കേസിൻ്റെ പറഞ്ഞാൽ എണ്ണിയാൽ തീരുകയില്ല. നദിയുടെ തന്നെ 15-18 കേസുകളും. അതുകൂടാതെ പിന്നെന്താ ഉള്ളത്? പിന്നെ പാറമടയുടെ ഉണ്ട്. പുള്ളിയുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒരു വലിയ നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ചെമ്പൻമുടി സമരം, ഒരു ക്വാറിക്കെതിരെയുള്ള, പിന്നെ ആറന്മുള ഇഷ്യൂ. ശരിക്കും പറഞ്ഞാൽ ആദ്യം ആ ഇഷ്യൂ ലൈംലൈറ്റിൽ കൊണ്ടുവന്നത് പുള്ളിയാണ് കേട്ടോ. ആറന്മുള ഭൂമി നികത്തലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങുന്നത് 2002-ലാണ്. 2002 ഒരു മീൻകുളം എന്ന് പറഞ്ഞ പേരിൽ കുറേ നികത്താനുള്ള ശ്രമം ആരംഭിച്ചു. പിന്നീട് അതിനുശേഷം ഒരു എയറോനോട്ടിക്കൽ കോഴ്സിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ചെറിയ എയർ സ്ട്രിപ്പ് ഉണ്ടാക്കണമെന്ന് ഒരു വ്യവസായിയുടെ ആവശ്യപ്രകാരം അങ്ങനെ ആ പദ്ധതി അവിടെ തുടങ്ങുന്നു. അങ്ങനെ ആരംഭിച്ച സമയത്ത് നാട്ടുകാർക്ക് അതിനെക്കുറിച്ച് വലിയ പ്രതിഷേധമോ അതിനെക്കുറിച്ച് വലിയ അറിവോ ഇല്ലായിരുന്നു. ഇത്രമാത്രം പരിസ്ഥിതി പ്രശ്നം അത് പിന്നെ ഭാവിയിൽ ഉണ്ടാക്കുമെന്നുള്ള ഒരു തോന്നലില്ലായിരുന്നു. അന്ന് എന്താ വെച്ചാൽ അവിടുത്തെ ആറന്മുളയിലെ ആളുകൾ ഈ ഗോപിച്ചേട്ടൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നൊരു ഹൈക്കോടതിയിൽ ടേക്കപ്പ് ചെയ്യുന്നൊക്കെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് ആരോ ആറന്മുളയിലെ അജിറ്റേറ്റ് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, പുള്ളി ഒന്ന് കോൺടാക്ട് ചെയ്യണം. അപ്പം പുള്ളിക്കാരൻ അങ്ങനെ ഇവിടെ വരികയും വർഗീസും പുള്ളിയും കൂടെ അവിടെ ചെല്ലുന്നു. ഇനിഷ്യൽ സ്പേഡ് വർക്ക് ചെയ്യാൻ ഞങ്ങളുണ്ടായിരുന്നെന്നുള്ളത് വസ്തുതയാണ്. പിന്നെ അത് വേറെ കുറേ വലിയ വ്യക്തികളൊക്കെ ഏറ്റെടുത്തു. പിന്നെ ചില പോളിറ്റിക്സൊക്കെ അതിനകത്ത് വന്നു. പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഗ്രീൻ ബെഞ്ചിൻ്റെയും സുപ്രീം കോടതിയുടെയും വിധികളുടെ അടിസ്ഥാനത്തിൽ ആറന്മുള വിമാനത്താവള പദ്ധതി അസ്ഥിരപ്പെടുകയും അതില്ലാതാകുകയും ചെയ്തു. May 1 വാഴൂർ NSS കോളേജിലെ NSS സ്കീം കുട്ടികളും നദീ സംരക്ഷണ പ്രവർത്തകരും മീനച്ചിൽ നദീ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം ഈ സ്ഥലത്തെത്തി ഇവിടെയുള്ള മരങ്ങളുടെ കണക്കെടുത്ത്. അങ്ങനെ മരങ്ങളുടെ കണക്കെടുത്ത് അതൊരു പഠന റിപ്പോർട്ടായിട്ട് തയ്യാറാക്കിയതിന് ശേഷം ഗവൺമെൻറ്റിന് കൊടുക്കുകയും ഗവൺമെൻറ് ദീർഘകാലം പുറകെ നടക്കേണ്ടി വന്നുവെങ്കിലും ഇത് സംരക്ഷിത വനമായിട്ട് പ്രഖ്യാപിച്ച് ഗസറ്റ് വിജ്ഞാപനം ഇറക്കുകയും ചെയ്തു. പഞ്ചി വെട്ടാനും അതിനെ എതിർത്ത് ഒരു ഭാഗം ഇറങ്ങിയപ്പോൾ സാറ് വിളിച്ചു പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ അതിശയോക്തി വന്നു. കേരളത്തിൽ ഒരിടത്ത് ഇതുപോലുള്ള ഒരു നിലപാട്. കാര്യം വഞ്ചി എന്ന് പറയുന്നത് നദിയെ സംരക്ഷിക്കുന്ന ഒരു വൃക്ഷമാണ്. അതൊക്കെ ഈ നദി എന്നല്ല, കേരളത്തിലെ ഒഴുക്കുള്ള എല്ലാ നദികൾക്കും പിടിച്ചു നിർത്താനുള്ള ശേഷിയുള്ള ഒരു മരമാണ് ഈ വഞ്ചി എന്ന് പറയുന്നത്. പാരിസ്ഥിതികമായ അറിവ് നേടിയതിനു ശേഷം ഇതൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയുള്ള താത്വികമായ ജ്ഞാനം നേടിയിട്ട് ഈ പ്രവർത്തനത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ഗോപിച്ചേട്ടൻ അങ്ങനെയല്ല. അക്കാദമികമായിട്ടുള്ള വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ള ആളല്ലല്ലോ ഗോപിച്ചേട്ടൻ. അങ്ങനെ ഒരു എക്കോളജി എന്നുള്ള വാക്ക് പോലും എന്താണെന്ന് ഒരുപക്ഷെ ഗോപിച്ചേട്ടൻ കേട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയുള്ള ഗോപിച്ചേട്ടൻ ഒരു തരം സഹജ അവബോധം പോലെ
ആണ് ഈ നദീ സംരക്ഷണത്തിലേക്ക് വരുന്നത്? ഒരു ഭാഗം പണം ഉണ്ടാക്കാനുള്ള ഭൂമിയെ കൊല്ലുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർ കിടന്ന് കരയുന്നു. മണൽ ഖനനത്തെ സംബന്ധിച്ചുള്ള ഒരു പൊതുവ്യവസ്ഥ ഉണ്ടായത് ഗോപിച്ചേട്ടൻ കൊടുത്തൊരു കേസിൻ്റെ വിധിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോപിച്ചേട്ടൻ്റെ വിധി കയ്യിലുണ്ടെങ്കിൽ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, ഒരു നിസ്സഹായാവസ്ഥയാണ്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല, എല്ലാവരും കൈക്കൂലിയൊക്കെ വാങ്ങിച്ചിട്ട് ഇതിന് അനുമതി കൊടുക്കുന്നു. ഞാനൊരു പേപ്പർ എഴുതി കൊടുത്താൽ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കാശാണ്. അപ്പം ഞാൻ പേപ്പർ കൊടുക്കില്ല, പാറയ്ക്ക് ഞാൻ പരാതി കൊടുക്കില്ല. പരാതി ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കളക്ടറാണേലും പോലീസ് എഞ്ചിനീയറാണെങ്കിലും പറയും ഇന്നപോലെ പരാതി കിട്ടിയിട്ടുണ്ട്, സംഭവം ക്ലിയറാണെന്ന് അവർക്കറിയാം. ഉടൻ തന്നെ കാശ് കൊടുത്ത് നേരെ എഴുതി അങ്ങ് വിട്ടു. പിന്നെ ഞാനിത് തന്നെ ചെയ്യുക. ഇത്തരത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഗോപിച്ചേട്ടൻ കൊടുക്കുന്ന കേസുകൾ അല്ലെങ്കിൽ ഗോപിച്ചേട്ടനെ പോലുള്ള ആളുകൾ അപ്രോച്ച് ചെയ്യുന്ന കേസുകൾ വളരെ പരിമിതമായ റിസൾട്ട് മാത്രമേ ഫലത്തിൽ തരുന്നുള്ളൂ. ഒന്നുകിൽ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടാകണം, അല്ലെങ്കിൽ കേസ് കേൾക്കുന്ന ജഡ്ജിമാർക്ക് അനിതര സാധാരണമായിട്ടുള്ള താല്പര്യം ഈ കേസിനോടും അതിൻ്റെ സംരക്ഷണത്തോടും ഉണ്ടാവണം. നമുക്കെല്ലാം ഉണ്ട്, നമുക്കെല്ലാ സാധനവും ഉണ്ട്, നമ്മൾ തന്നെ നശിപ്പിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? എന്നൊന്നും വിളിക്കാൻ സമ്മതിക്കില്ല. ഞാൻ നദിയല്ല.